ഹായ്, നമ്മളിന്നൊരു വെള്ളരിക്ക പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു ചട്ടി ഗ്യാസിൽ വയ്ക്കുക. അതിലേക്ക് വെള്ളരിക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് വെള്ളരിക്ക, പച്ചമുളക്, കറിവേപ്പില, 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കുക. ഇപ്പോൾ വെള്ളരിക്ക ഇടയ്ക്ക് ഇളക്കി നോക്കണം. അത് പകുതി വെന്താലും നമുക്ക് അരപ്പിടാൻ സാധിക്കുകയുള്ളൂ. ഇതിന് വേണ്ടത് തൈര്, അരപ്പിന് തേങ്ങ, ജീരകം, ചുവന്നുള്ളി എന്നിവ നന്നായി ചേർത്തരച്ചത്. എന്നിട്ട് തൈര് നമ്മൾ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത് വെച്ചത്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ കടുക് വറക്കാനുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കുകയാണ്. അരപ്പൊഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമേ നമുക്ക് തൈരിടാൻ പറ്റുകയുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇത് തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളരിക്ക അധികം വേവേണ്ട ആവശ്യമില്ല, പകുതി വെന്താൽ മതിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച തൈര്, ഒട്ടും വെള്ളം ചേർക്കാതെ ഉടച്ച് വെച്ച തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കുറച്ചിട്ട്. ഇതിലേക്കിനി നമുക്ക് കടുക് വറക്കുന്നതിനായിട്ട് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാനിടുക. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പുളിശ്ശേരി ഇളക്കി കൊടുക്കണം. ഈ കടുക് വറുത്ത താളിപ്പ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാലാണ് ഏറ്റവും നല്ലത്.